റോളിംഗ്. +2 ഫിസിക്സിലെ ആദ്യ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. നമ്മളിന്ന് പഠിക്കുന്നത് കൂളോംസ് ലായെ കുറിച്ചാണ്. രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു പ്രത്യേക ഡിസ്റ്റൻസിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കുമ്പോൾ ആ ചാർജുകൾക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടാകാറുണ്ട്. ഇത്തരം ഫോഴ്സ് എങ്ങനെ കണ്ടെത്താം എന്നതാണ് കൂളോംസ് ലായിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചാർജുകൾ ലൈക്ക് ചാർജുകളാണ് എങ്കിൽ, ഒരുപോലെ വരുന്ന ചാർജുകളാണ് എങ്കിൽ അവയ്ക്കിടയിൽ റിപ്പൾസീവ് ഫോഴ്സും, വ്യത്യസ്ത ചാർജുകളാണ് എങ്കിൽ അവയ്ക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാകും. അപ്പോൾ ബോർഡിലേക്ക് നോക്കുക. Q1 എന്നതൊരു ചാർജാണ്, Q2 എന്നത് മറ്റൊരു ചാർജാണ്. ഈ ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ സ്മാൾ ലെറ്റർ r കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. Q1, Q2 ആർ ദ ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സ്മാൾ ലെറ്റർ r. ഈ ചാർജുകൾക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൽഷനോ ഉണ്ടാകാറുണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൽഷനോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആർക്ക്? ഈ ചാർജുകളുടെ പ്രോഡക്റ്റിന്. മീൻസ് Q1 Q2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആർക്ക്? ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? r² എന്ന് എഴുതുക. അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു Q1 Q2 by r² എന്ന് പറഞ്ഞ നിയമമാണ് കൂളോംസ് ലാ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചാൽ കൂളോംസ് ലാ സ്റ്റേറ്റ്സ് ദാറ്റ് the force of attraction or repulsion between 2 point charge is directly proportional to product of their charges and inversely proportional to square of the distance between the two charges. The force of attraction or repulsion between 2 point charge is directly proportional to product of their charges and inversely proportional to square of the distance. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ കൊടുക്കുക, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ F is equal to K into Q1 Q2 by r² എന്ന് എഴുതാം. അപ്പോൾ കെയുടെ വാല്യൂ ഓർത്തിരിക്കുക. കെയുടെ വാല്യൂ 1/4πε0. ഇങ്ങനെ എഴുതിയ വായിക്കേണ്ടത് എപ്സിലോൺ നോട്ട് എന്നാണ്. എപ്സിലോൺ നോട്ട് എന്ന് വായിക്കുക. എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. 8.85 into 10⁻⁻12 കൂളോം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. എപ്സിലോൺ നോട്ട് എന്നാ വായിക്കാനുള്ളത്. എപ്സിലോൺ നോട്ട് എന്താണെന്ന് ചോദിച്ചാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ നോട്ട് ഡിനോട്ട് ചെയ്യുന്നത്. എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ 8.85 into 10⁻⁻12 യൂണിറ്റ് കൂളോം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ ഈ കിട്ടിയ K is equal to 1/4πε0 എന്ന വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്താൽ F is equal to എങ്ങനെ എഴുതാം? F is equal to 1/4πε0 into Q1 Q2 by r² എന്ന് എഴുതാം. ഇതാണ് കൂളോംസ് ലായുടെ സമവാക്യം. കൂളോംസ് ലായുടെ ഇക്വേഷൻ ആണ് F is equal to 1/4πε0 into Q1 Q2 by r². എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ ഇതാണെന്നും യൂണിറ്റ് ഇതാണെന്നും എന്ത് ചെയ്യുക? അതുപോലെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എപ്സിലോൺ നോട്ടിന്റെ ഡയമെൻഷൻ ഏത്. കാര്യം +1 യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ ഡയമെൻഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്സിലോൺ നോട്ടിന്റെ ഡയമെൻഷൻ ഓർത്തിരിക്കുക. എപ്സിലോൺ നോട്ടിന്റെ ഡയമെൻഷൻ m⁻⁻1 l⁻⁻3 t⁻⁴ a² എന്നതാണ്. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇക്വേഷനിൽ ഫോഴ്സിൻ്റെതും ചാർജിന്റെ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ എപ്സിലോൺ നോട്ടിന്റെ ഡയമെൻഷൻ കിട്ടും. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്ക് m⁻⁻1 l⁻⁻3 t⁻⁴ a². ഈ എപ്സിലോൺ നോട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയാൻ പറഞ്ഞാൽ ക്യാപ്പബിലിറ്റി ഓഫ് എ വാക്വം ടു പെർമിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ പെർമിറ്റ് ചെയ്യാനുള്ള വാക്വത്തിന്റെ ക്യാപ്പബിലിറ്റി ആണ് ഈ പറഞ്ഞ എപ്സിലോൺ നോട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ വാക്വത്തിലെ കാര്യമാണ് പറഞ്ഞത്. രണ്ട് ചാർജിനെ പ്ലേസ് ചെയ്തത് വാക്വത്തിലാണ്. ഇനി വാക്വം മാറ്റി മറ്റൊരു മീഡിയത്തിലേക്ക് ചാർജിനെ കൊണ്ടുവരുമ്പോഴുള്ള മാറ്റം എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കൂളോംസ് ലാ ഇൻ എ മീഡിയം. Coulomb's law in a medium.
അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഈ പറഞ്ഞ എപ്സിലോൺ നോട്ടിന് പകരം ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി വരും. സ്വാഭാവികമായിട്ട് ഇക്വേഷൻ എഴുതുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ നോട്ടിൻ്റെ സ്ഥാനത്ത് എന്തെന്ന് എഴുതുക, എപ്സിലോൺ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എഴുതുക, ഇൻറ്റു എന്തെന്ന് എഴുതുക, Q1 Q2 ബൈ എന്തെന്ന് എഴുതുക, R² എന്ന് എഴുതുക. കൂടാതെ ഓർത്തിരിക്കുക, ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ വാക്വത്തിലെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അല്ലെങ്കിൽ ഇതിനെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നറിയപ്പെടും. എന്താ പറഞ്ഞത്, ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ വാക്വത്തിലെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. റെപ്രസെന്റ് ചെയ്യേണ്ടത് എപ്സിലോൺ ആർ എന്നാണ്. ഇതിൽ നിന്നും എപ്സിലോൺ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ നോട്ട് എന്ന് എഴുതാം. അപ്പോൾ ഈ കിട്ടിയ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്താൽ മീഡിയത്തിലെ ഫോഴ്സ് അല്ലേ, അപ്പോൾ എഫ് മീഡിയം എന്ന് എഴുതാം. എഫ് മീഡിയം ഈക്വൽ ടു 1/4π എപ്സിലോണിൻ്റെ സ്ഥാനത്ത് എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ബൈ എന്തെന്ന് എഴുതുക, R² എന്ന് എഴുതുക. ഇതാണ് ഒരു മീഡിയത്തിലെ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഇനി ഇതിലൊരു ചെറിയ മാറ്റം വരുത്തിയാൽ ഈ 1/4π എപ്സിലോൺ നോട്ട് ഇൻറ്റു Q1 Q2 ബൈ R² എന്ന് പറയുന്നത് വാക്വത്തിലെ ഫോഴ്സാണ്. അപ്പോൾ മീഡിയത്തിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് മീഡിയം സീക്വൽ ടു എന്തെന്ന് എഴുതാം, ഈ പറഞ്ഞ ഇത്രയും ക്വാണ്ടിറ്റി വാക്വത്തിലുള്ളതാണ്. ഫോഴ്സ് ഓഫ് വാക്വം എന്ന് എഴുതാം, ഫോഴ്സ് ഓഫ് വാക്വം ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, എപ്സിലോൺ ആർ എന്ന് എഴുതാം. അപ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യുക, ഇതിൽ ഓർത്തിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് കൂളോംസ് ലോ എന്താണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ സമവാക്യം, അതിൽ വരുന്ന ഒരു കോൺസ്റ്റന്റിന്റെ പേര്, കൂളോംസ് ലോ എങ്ങനെ മീഡിയത്തിൽ വരുമ്പോൾ മാറ്റം ഉണ്ടാകും, എപ്സിലോൺ നോട്ട് വാല്യൂ ഇതാണ്, യൂണിറ്റ് ഇതാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ 1/4π എപ്സിലോൺ നോട്ടിന് മൊത്തത്തിലൊരു വാല്യൂ കിട്ടും. 1/4π എപ്സിലോൺ നോട്ടിനൊരു വാല്യൂ കിട്ടും. അത് 9 × 10⁹ ആണ്. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളോം സ്ക്വയർ ആണ്. ഓക്കെ, അതും കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. 1/4π എപ്സിലോൺ നോട്ടിന്റെ മൊത്തത്തിലുള്ള വാല്യൂ ആണ് 9 × 10⁹. പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും ക്വാണ്ടിറ്റിക്ക് പകരം എത്ര കൊടുത്താൽ മതി, 9 × 10⁹ അപ്ലൈ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് കൂളോംസ് ലോയെ കുറിച്ചാണ്.